നമസ്കാരം. കൃഷ്ണായുർവേദയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആമ്പൽ താമര കൃഷിയെക്കുറിച്ചാണ്. ഇത് നമുക്ക് ചെറിയ ചെറിയ പോട്ടുകളിൽ, ഇതുപോലെ ചെറിയ ബേസൺ, ചെരുവം പോലുള്ള ചെറിയ പാത്രങ്ങളിൽ നമുക്ക് നന്നായിട്ട് ഇതിനെ ഫ്ലവർ ചെയ്യിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ താമരയുടെയൊക്കെ ട്യൂബർ നടുന്നതിലൊക്കെ അവിടെ ഇപ്പോൾ താമര നണ്ട അവിടെ മുട്ട് വന്ന് നിൽപ്പുണ്ട്. നമ്മളങ്ങനെ വിവിധ പോട്ടുകളിലായിട്ട് ഇങ്ങനെ കുറേ അധികം നട്ടിട്ടുണ്ട്. താമര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നടുന്ന ഒരു വീഡിയോ ആയിട്ട് പിന്നീട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഈ പൂവൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഇത് ആമ്പലിൻ്റെ ഒരു വയലറ്റ് കളർ, അതായത് ഒരു മൂട്ടിൽ നിന്ന് ഒരു 5-6 പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. മുട്ടകൾ ഇനിയും ഒരുപാട് വരുന്നുണ്ട്. അതിങ്ങനെ വന്ന് കുറേ നാളത്തേക്ക് അതിങ്ങനെ മുട്ട് വന്ന് വിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഒരു പൂവൊക്കെ ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു. വിരിഞ്ഞും കൂമ്പിയും ഒക്കെ ആയിട്ട് 4-5 ദിവസത്തേക്കൊക്കെ നിൽക്കും. അപ്പം താമര ട്യൂബർ നടുമ്പോഴാണ് നമ്മൾ ആമ്പൽ നമുക്ക് പൊട്ടിൻ്റെ നടുക്ക് വെച്ചാലും കിളിക്കും. താമര ട്യൂബർ നടുമ്പോൾ നമ്മളതിൻ്റെ സൈഡിൽ താമര മണ്ണെല്ലാം അരിച്ച് കല്ലൊന്നുമില്ലാതെ അതിൻ്റെ വശങ്ങളിൽ ട്യൂബർ വെച്ചെങ്കിൽ മാത്രമേ വേരോടി എല്ലാ സൈഡിലേക്കും ആ ട്യൂബർ പടർന്ന് നന്നായിട്ട് ഫ്ലവറിങ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് താമര ആമ്പൽ കൃഷി വിശേഷങ്ങൾ. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ വളങ്ങൾ ചേർക്കാറെന്ന് പറഞ്ഞാൽ അടിയിൽ നമ്മൾ കരിയില ഇടും, അതിന് മുകളിൽ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ഇടും. പിന്നെ നല്ല അരിച്ച മണ്ണ്, അത് നമ്മൾ സാധാ അരിച്ച മണ്ണ് നല്ല കല്ലൊക്കെ കളഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് ആ മണ്ണ് നമ്മൾ വിരിച്ചിട്ട് അതിൻ്റെ വശത്തായിട്ടാണ് നമ്മൾ ട്യൂബർ ഓടിക്കുന്നത്. പിന്നെ നമ്മൾ DAP ഇതിൻ്റെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പൂക്കുന്നതനുസരിച്ച് നല്ല പൂക്കൾ വരാനും ആരോഗ്യമുള്ള പൂക്കൾ വരാനും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇനി ഇത് നിറയ്ക്കുന്ന ഒരു വീഡിയോ നമ്മളൊരു ദിവസം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം ഫ്ലവർ മൊട്ട് വരുന്ന സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ട്യൂബർ എടുക്കുന്ന സമയത്ത് നമ്മൾ നിറയ്ക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്ത് കാണിക്കാം കൃത്യമായിട്ട്. ഇപ്പോൾ അഖില എന്നൊരു വെറൈറ്റി താമരയാണിത്. അപ്പോൾ അതിൻ്റെ മുട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ വലിയ മുട്ടുകളൊക്കെ ഇപ്പം വന്നു തുടങ്ങും. മുട്ട് വരാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. നല്ല വെയിലാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഇതാണ് നമ്മുടെ താമര ആമ്പൽ കൃഷിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ.